മക്കളെ നമസ്കാരം. നമ്മൾ ഈ 4th മൊഡ്യൂളിൽ ആദ്യം നോക്കുന്നത് എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ഫോമിനെ കുറിച്ചാണ്. ഒരു കോംപ്ലക്സ് നമ്പർ മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു റിയൽ നമ്പേഴ്സ് ആൻഡ് അനദർ ന്യൂ നമ്പർ. ഇറ്റ് ഈസ് കാൾഡ് ദി ഓയിലർ നമ്പർ. സോ every complex number has the form z equal to a plus ib, where a and b are two real numbers and I be the imaginary number or Euler number. Its value equal to root of -1. Okay, for example 2 plus 3a is one of complex number. Its real part is 2 and imaginary part is 3. Here I is the Euler number. Set of all complex numbers is denoted by the letter C, script letter C, capital C, which consists of all complex numbers of the form a plus ib, where a and b are the real and imaginary part of that number and I be the corresponding Euler number. Okay, then there are several examples are here. Set 2 equal to 5 minus 2i, set 3 equal to 2 and set 4 equal to 2i. Note that example 3 and 4. In case of 3, set 3 equal to 2, it's a purely real number, and set 4 equal to 2i, it's purely imaginary, because set 3ൽ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ടിൻ്റെ അടുത്ത് 0 ആണ്. സോ ഇറ്റ്സ് പ്യൂർലി റിയൽ. ആൻഡ് സെറ്റ് 4 ഈസ് പ്യൂർലി ഇമാജിനറി. അവിടെ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല. അനദർ എക്സാമ്പിൾ ഈസ് സെറ്റ് 3 ഈക്വൽ ടു √2 ഇൻറ്റു √2 പ്ലസ് ഐ. അവിടെ റിയൽ പാർട്ട് √2 ആണ്, ഇമാജിനറി പാർട്ട് 1 ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ രണ്ട് പാർട്ടിനെ കുറിച്ച് തൊട്ട് മുന്നും പറഞ്ഞു. റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുകയാണ് z ഈക്വൽ ടു a പ്ലസ് ib എങ്കിൽ അതിനെ എ നമ്മൾ വിളിക്കുന്നത് റിയൽ പാർട്ട് എന്നാണ്. സംടൈംസ് ഇറ്റ് ഈസ് നോട്ടഡ് ബൈ REZ, റിയൽ സെറ്റ് എന്ന് വായിക്കുക. അതുപോലെ ബി ഈസ് കാൾഡ് ദി ഇമാജിനറി സെറ്റ്. ഫോർ എക്സാമ്പിൾ z ഈക്വൽ ടു √2 മൈനസ് ഐ ആണെങ്കിൽ അതിനകത്ത് √2 ആണ് അതിൻ്റെ റിയൽ പാർട്ട്, അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം നോട്ട് ചെയ്തത്, എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സാണ്. കാരണം ഇപ്പോൾ ഒരു റിയൽ നമ്പറിന് നമുക്ക് z ഈക്വൽ ടു a എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇമാജിനറി പാർട്ട് 0 ആയിട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ z ഈക്വൽ ടു 2, z ഈക്വൽ ടു √2, z ഈക്വൽ ടു 0, z ഈക്വൽ ടു 1, ഇതെല്ലാം റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ എവരി റിയൽ നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഇനി പ്യുവർലി ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിയൽ പാർട്ട് 0 ആയിരിക്കും, ഇമാജിനറി പാർട്ട് മാത്രം വരുള്ളൂ. ഫോർ എക്സാമ്പിൾ 2i എന്ന് പറയുന്നത്, i എന്ന് പറയുന്നത്, -i എന്ന് പറയുന്നത്, ഇതെല്ലാം പ്യുവർലി ഇമാജിനറി നമ്പേഴ്സാണ്. ഓക്കെ, ഇനി എൻ്റെ തേർഡ് പേജിലേക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, റെപ്രസെൻറ്റേഷൻ. അപ്പോൾ z ഈക്വൽ ടു a പ്ലസ് ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ നമുക്കതിനെ ഓർഡർഡ് പെയർ AB ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് XY പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ z ഈക്വൽ ടു 2 പ്ലസ് ഐ. ഈ 2 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും പോസിറ്റീവാണ്, ഇമാജിനറി പാർട്ടും പോസിറ്റീവാണ്. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 2ഉം ഇമാജിനറി പാർട്ട് 1ഉം ആണ്. ബോത്ത് ആർ പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൺ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഓഫ് ദി XY പ്ലെയിൻ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സ് ആക്സിസിൽ 2 ഡിസ്റ്റൻസും വൈ ആക്സിസിൽ 1 ഡിസ്റ്റൻസും എടുത്തിട്ട് പാരലൽ ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടുന്നുണ്ട്. പാരലൽ ലൈൻസ് അല്ല, അതായത് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനാണ് 1ലൂടെ പാസ് ചെയ്യുന്ന ലൈനും, അതുപോലെ വൈ ആക്സിസിന് പാരലായിട്ട് 2ലൂടെ പാസ് ചെയ്യുന്ന ലൈനും കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റാണ് ഓർഡേർഡ് പെയർ 2, 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. അതിനെയാണ് നമ്മൾ 2 പ്ലസ് ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ -2 ഓർഡേർഡ് പെയർ -2 1 അല്ലെങ്കിൽ -2 പ്ലസ് ഐ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും, കാരണം റിയൽ പാർട്ട് അവിടെ നെഗറ്റീവാണ്. ഇനി തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നെഗറ്റീവ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ -2 -1 അല്ലെങ്കിൽ -2 മൈനസ് ഐ എന്ന് പറയുന്നത് രണ്ടും ഒരേ റെപ്രസെൻറ്റേഷനാണ്. ഓർഡേർഡ് പെയർ -2 -1 എന്ന് പറഞ്ഞാലും -2 മൈനസ് ഐ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സെയിമാണ്. ഇത് രണ്ടും തേർഡ് ക്വാഡ്രൻറ്റിലാണ്, ആ നമ്പർ തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അതിൻ്റെ നൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് എവിടെയാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പ്ലോട്ട് ചെയ്യാനാണ് പലപ്പോഴും ചോദിക്കുക. അതുപോലെ ഓർഡേർഡ് പെയർ 2 -1, അവിടെ ഇമാജിനറി പാർട്ട് നെഗറ്റീവും റിയൽ പാർട്ട് പോസിറ്റീവും ആണെങ്കിൽ ക്വാഡ്രൻറ്റ് ഫോർത്ത് ക്വാഡ്രൻ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും സൈൻ നോക്കിക്കൊണ്ട് അത് ഏത് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് 4th പേജിലേക്ക് വരാം. 4th പേജിനകത്ത്
ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എ പ്ലസ് ഐ ബി ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എ മൈനസ് ഐ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ട് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, അത്ര മാത്രമേ നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഇതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2+3i എന്ന് പറയുന്ന ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ള ഒരു നമ്പർ, അതിൻ്റെ കോൺജുഗേറ്റ് 2 - 3i ആണ്. പിക്ചറിൽ നോക്കുമ്പോൾ മനസ്സിലാവും 2+3i കിടക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും 2 - 3i കിടക്കുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റിലുമാണ്. ഓക്കെ, ഇപ്പോൾ വേറൊരു നമ്പർ ഇപ്പോൾ -2+3i എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ അറിയാം, അത് സെക്കൻഡ് ക്വാർട്ടറിലെ നമ്പറാണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് -2 - 3i ആണ്. ഈ -2 - 3i വരുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ശരിക്കും എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ ഒരു മിററിലൂടെ കാണുമ്പോൾ മിറർ വയ്ക്കുന്നത് എക്സ് ആക്സിസിലാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് പോയി ഫോർത്ത് ക്വാഡ്രൻ്റ് ആവും, ഫോർത്ത് ക്വാഡ്രൻറ്റ് പോയിട്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ 2 - 3iയുടെ കോൺജുഗേറ്റ് 2+3i ആണ്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ളവരെല്ലാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലേക്കായിരിക്കും തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കും കോൺജുഗേറ്റ് വരിക. അതുപോലെ തേർഡ് ക്വാഡ്രൻറ്റിലുള്ളവരുടെ കോൺജുഗേറ്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ കോൺജുഗേറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ദി കോംപ്ലക്സ് നമ്പർ അബൌട്ട് ദി എക്സ് ആക്സിസ് ആണ്. ഓക്കെ, ഇനി അൽജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അൽജിബ്ര പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ബൈനറി ഓപ്പറേഷൻ സച്ച് ആസ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നുള്ള കൺസെപ്റ്റുകളാണ്. അതിനകത്ത് ആദ്യം രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുക, കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു മീൻ ചെയ്യുന്നത് റിയൽ പാർട്ടും ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടും ആഡ് ചെയ്യുക. അതായത് Z1 + Z2 = A1 + A2 + I × B1 + B2, where Z1 = A1 + IB1 ആൻഡ് Z2 = A2 + IB2 എന്നുള്ളതാണ്. ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. 2 + 5i Z1 വന്നിട്ടുണ്ട്, Z2 എന്നുള്ളത് 3i വന്നിട്ടുണ്ട്. അപ്പോൾ Z2 3iയിൽ അവിടെ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല. അപ്പോൾ Z1 + Z2 എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 + 0 + I × 5 + 3, ദാറ്റ് ഈസ് 2 + 8i എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സാണ്. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ടിൽ നിന്ന് റിയൽ പാർട്ട് മൈനസ് ചെയ്യുക, കോംപ്ലക്സ് പാർട്ടിൽ ഇമാജിനറി പാർട്ടിൽ നിന്ന് ഇമാജിനറി പാർട്ട് മൈനസ് ചെയ്യുക എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ Z1 = 2 + 3i ആൻഡ് Z2 = 1 + i. ദെൻ Z1 - Z2 എന്ന് പറയുന്നത് 2 - 1, റിയൽ പാർട്ട് 2 - 1 ആയിരിക്കും. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് I × 3 - 1 ആണ്. ദാറ്റ് ഈസ് നമ്പർ ബിക്കംസ് 1 + 2i എന്ന് കിട്ടും. ഇതുപോലെ ആ രണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് പ്രോഡക്റ്റ് എടുക്കുക. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പ്രൊഡക്ഷനിൽ ഇതുപോലെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് തമ്മിൽ മാത്രമല്ല, അത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും ഓരോ ടേമിൻ്റെയും. അപ്പോൾ Z1 × Z2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ Z1 ഈസ് ഗിവൺ ബൈ A1 + IB1 ആൻഡ് Z2 ഈസ് ഗിവൺ ബൈ A2 + IB2 ആണെങ്കിൽ Z1.Z2 എന്ന് പറയുന്നത് A1 + IB1 × A2 + IB2 ആണ്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ A1 A2 പ്ലസ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം, അത് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിൻ്റെ സെക്കൻഡ് ടേം, അത് ഇമാജിനറി പാർട്ടുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ I × A1 B2 പ്ലസ് ഇനി നെക്സ്റ്റ് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടും സെക്കൻഡ് വണ്ണിൻ്റെ റിയൽ പാർട്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ I B1 A2 പ്ലസ് ഇമാജിനറി പാർട്ടും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നത് I² × B1 B2 ആയി മാറും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്നത് A1 A2 പ്ലസ് I കോമൺ ആയിട്ട് എടുത്താൽ A1 B2 പ്ലസ് B1 A2 മൈനസ് B1 B2 എന്ന് കിട്ടും. കാരണം I² വാല്യൂ I = √(-1) ആണ്, I² വാല്യൂ -1 ആയിരിക്കും. അത് ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദോർഫോർ നമുക്ക് കോംപ്ലക്സ് നമ്പറിനെ മാറ്റി എഴുതാം. അതായത് റിയൽ പാർട്ടുകൾ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ A1 A2 മൈനസ് B1 B2 എന്നുള്ളതായിരിക്കും റിയൽ പാർട്ടിൻ്റെ സൈഡ്, പ്ലസ് I × ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് A1 B2 പ്ലസ് B1 A2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് വന്നിരിക്കുന്നു Z1 ഉം Z2 ഉം. Z1 = 3 + 2i, Z2 = 1 + i. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു Z1 × Z2 = 3 × 1 പ്ലസ് 3 × i പ്ലസ് 2i × 1 എന്ന് വരും. അപ്പോൾ 2i എന്ന് വരും, പ്ലസ് 2i × i 2i² കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. അപ്പോൾ 3 + 5i -
2 എന്ന് കിട്ടും. കാരണം ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആവുന്നതുകൊണ്ട്. therefore z1 ഡോട്ട് z2 ഈക്വൽ ടു 3 - 2 + 5i ദാറ്റ് ഈസ് 1 + 5i എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് അടുത്ത എക്സാമ്പിളുകളും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റെസിപ്രോക്കൽ കാണുക എന്നുള്ളതാണ്. ഈ റെസിപ്രോക്കൽ കാണുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. 1/z എന്ന് എഴുതുമ്പോൾ z നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ വാലിഡ് ആവുള്ളൂ. ഈ കേസിൽ ഈ z എന്ന നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റാഡിക്കൽസിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പോൾ z ഈക്വൽ ടു a + ib ആണെങ്കിൽ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് a - ib ഡിവൈഡഡ് ബൈ a + ib ഇൻറ്റു a - ib എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു a - ib ഡിവൈഡഡ് ബൈ a + b ഇൻറ്റു a - bയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് a² - b² ആണ്. ഇവിടെ ബിയുടെ സ്ഥാനത്ത് ib ആണ്. അപ്പോൾ ib ഹോൾ² വരും. ഓക്കെ, അപ്പോൾ i² ഇൻറ്റു b² ആവും. i² വാല്യൂ -1 ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ പോയിട്ട് a - ib ഡിവൈഡഡ് ബൈ a² -1 ഇൻറ്റു b² ആവും. ദാറ്റ് ഈസ് a - ib ഇൻറ്റു a² + b² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/z വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. a - ib ഡിവൈഡഡ് ബൈ a² + b². a എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെറ്റും b ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റും ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഒരു 1/z റിയൽ പാർട്ട്, അത് റിയൽ പാർട്ട് ഓഫ് 1/z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ സെറ്റ് ഡിവൈഡഡ് ബൈ a² + b² ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് 1/z എന്ന് പറയുന്നത് മൈനസ് ഇമേജ് സെറ്റ് ഡിവൈഡഡ് ബൈ a² + b² ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഡിവിഷൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാമെന്നാണ് അർത്ഥം. അപ്പോൾ z1 ഈക്വൽ ടു a1 + ib1 ആൻഡ് z2 ഈക്വൽ ടു a2 + ib2 ആണെങ്കിൽ z2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഡിവിഷൻ. ദാറ്റ് ഈസ് z1/z2 പോസിബിൾ ആവണമെങ്കിൽ z2 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, therefore z1/z2 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? z1 ഇൻറ്റു 1/z2 എന്ന് എഴുതാം. ഈ 1/z2ൻ്റെ വാല്യൂ നമ്മൾ തൊട്ടുമുന്നേ 1/z വാല്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ z ഇൻറ്റു സെറ്റ് കോൺജുഗേറ്റ് ആണ്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ z1 ഇൻറ്റു z2 കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ z2 ഇൻറ്റു z2 കോൺജുഗേറ്റ് എന്ന് കിട്ടും. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, z1 ഈക്വൽ ടു 1 + i, z2 ഈക്വൽ ടു 2 + i. z1/z2 ഈക്വൽ ടു 1 + i ഇൻറ്റു സെക്കൻഡ് ടേമിൻ്റെ കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ടേം a² + b² ഫോം എടുക്കുന്നു. അപ്പോൾ 1 + i ഇൻറ്റു 2 + iയുടെ കോൺജുഗേറ്റ് 2 - i ഡിവൈഡഡ് ബൈ അതിൻ്റെ ടേം റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ, അതായത് 2² + 1² എന്ന് കിട്ടുന്നു. അത് നമുക്ക് 5 എന്നാവും. അപ്പോൾ 1 + i ഇൻറ്റു 2 - i ഡിവൈഡഡ് ബൈ 5 ആണ്. ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 പറഞ്ഞാൽ 2 വരും. 2 - i എന്ന് വരും, പ്ലസ് 2i വരും, മൈനസ് i ഇൻറ്റു i എന്ന് പറയുന്നത് i² ആയിരിക്കും. ഓക്കെ, അപ്പോൾ -iയും പ്ലസ് 2iയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ i മാറും. അപ്പോൾ 2 + i മൈനസ് i² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു -1 ആണ്. അപ്പോൾ -1 എന്നുള്ളത് +1 ആവും. അപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുക 3 + i ഡിവൈഡഡ് ബൈ 5 എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടുക. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3/5ഉം ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 1/5ഉം ആയിരിക്കും. അപ്പോൾ പലപ്പോഴും ചോദിക്കുക ഫൈൻഡ് ദി റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z1/z2 where z1 ഈക്വൽ ടു സം കോംപ്ലക്സ് നമ്പർ ആൻഡ് z2 ഈസ് സം അതർ കോംപ്ലക്സ് നമ്പർ എന്ന് തരുമായിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോബ്ലം ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ ഒരു കോഷ്യൻ ഫോമിൻ്റെ. ഓക്കെ, 2 - i ഡിവൈഡഡ് ബൈ 3 + 5i എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ടേമിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. തൊട്ട് മുന്നിലെ പ്രൊസീജിയർ പോലെ തന്നെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിയൽ പാർട്ട് 1/34ഉം ഇമാജിനറി പാർട്ട് -13/34 നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന കൺസെപ്റ്റ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പൂജ്യത്തിൽ നിന്ന് ഒറിജിനിൽ നിന്ന് കോംപ്ലക്സ് നമ്പറിനുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡുലസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ് ദി ഓർ ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി നമ്പർ ആൻഡ് ദി ഒറിജിൻ. ഒറിജിനെ നമുക്ക് 0 ആയിട്ടും കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഓർഡേഡ് പെയർ AB ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട് √(a - 0) + b - 0) ആണ്. അതായത് a² + b². therefore mod z ഈക്വൽ ടു √(a² + b² എന്ന് കിട്ടുന്നു. ഇത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇനി മോഡുലസിനെ എപ്പോഴും നമ്മൾ ഡിനോട്ട് ചെയ്യുക r എന്ന നമ്പർ കൊണ്ടാണ്. r ഈക്വൽ ടു √(a² + b². ഫൈൻഡ് ദി മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു 2 + √3i. mod z ഈക്വൽ ടു ബൈ ഫോർമുല √(a² + b² ആണ്. അതായത് 2² + √3 2.
ടു സ്ക്വയർ 4 ആണ്. √3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ 4 + 3 7, അപ്പോൾ √7 കിട്ടും. അപ്പോൾ z ഈക്വൽ ടു 3i ആണെങ്കിൽ അതിൻ്റെ മോഡ് എന്ന് പറയുന്നത് 3 തന്നെയായിരിക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി മോഡുലസുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പ്രോപ്പർട്ടീസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മോഡുലസിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും ഡിസ്റ്റൻസ് ആയതുകൊണ്ട് >0 ആയിരിക്കും. ഇനി എപ്പോഴാണ് 0 ചോദിച്ചു കഴിഞ്ഞാൽ 0യിൽ നിന്ന് 0യിലേക്കുള്ള ദൂരം മാത്രമേ 0 ആവുള്ളൂ. അത് ഒറിജിനിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ദൂരം മാത്രമാണ് 0 ആവുക. അതുകൊണ്ട് മോഡ് z = 0 ആവണമെങ്കിൽ z തന്നെ 0 ആവണം. ഇനി റിയൽ പാർട്ട് എല്ലായ്പ്പോഴും മോഡുലസിനേക്കാൾ കുറവായിരിക്കും. റിയൽ സെറ്റ് > മോഡ് z ആൻഡ് ഇമാജിനറി സെറ്റ് > മോഡ് z. അത് 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസാണ്. ഇനി അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള റിയൽ നമ്പേഴ്സിനുള്ളതുപോലെ തന്നെ ട്രയാങ്കിൾ ഇനിക്വാളിറ്റി കോംപ്ലക്സ് നമ്പേഴ്സിനും ഉണ്ട്. മോഡുലസ് ഓഫ് z1 + z2 <= മോഡ് z1 + മോഡ് z2. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഇനിക്വാളിറ്റിയുടെ ഒരു കൊറോളറി ആയിട്ട് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് മോഡ് a - മോഡ് b <= മോഡ് a - b എന്നുള്ളത്. ആ എയും ബിയെയും ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും വർക്ക് ചെയ്യും. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് മോഡ് z1 - മോഡ് z2 <= മോഡ് z1 - z2. മോഡിനുള്ളിൽ z1 - z2. ഓക്കെ, ഇനി അതുപോലെ വളരെ പ്രസിദ്ധമായ ഒരു റിസൾട്ട് കൂടിയാണ് മോഡ് z² എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a² + b² ഹോൾ സ്ക്വയർ, അതായത് a² + b² എന്ന് കിട്ടും. അപ്പോൾ z.z വിലയും മോഡ് z² വിലയും സെയിം ആയിരിക്കും എന്ന് കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മോഡുലസിൻ്റെ 5 റിസൾട്ടുകൾ. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു വെരിഫൈ ചെയ്യാനുള്ളതാണ് z = 2 + 3i. മോഡുലസുമായി ബന്ധപ്പെട്ട മോഡുലസിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. മോഡ് z = √2² + 3² കിട്ടും, √13 വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റിയൽ പാർട്ട് 2 ആണ്. 2 എന്തായാലും √13 കുറവാണ്. √13 പറഞ്ഞാൽ നിയർ 3 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. അതുപോലെ ഇമാജിനറി സെറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 കൂടുതലായിരിക്കും 3 പോയിൻറ്റ് സംതിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 - 3i ആണ്. അപ്പോൾ z × സെറ്റ് കോൺജുഗേറ്റിൻ്റെ വില 2² + 3² ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 30. അത് തന്നെയാണ് മോഡ് z². അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെയാണ് z = 1 - √2i എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിരിക്കുന്നു. അതിലും ഈ വാല്യൂസൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കോൺജുഗേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസെ കുറിച്ചാണ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണെന്ന് തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു. റിഫ്ലക്ഷൻ അബൌട്ട് ദി x ആക്സിസ് ആയിരിക്കും ഒരു നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. z = a + ib ആണെങ്കിൽ ഇറ്റ്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് a - ib ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കാം. സെറ്റ് കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് = z ആയിരിക്കും. ഒരു നമ്പറിനെ 2 പ്രാവശ്യം, അതായത് ആദ്യം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഒരു നമ്പറിൻ്റെ കോൺജുഗേറ്റ് a + ibയുടെ കോൺജുഗേറ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് a - ib ആണ്. ഒരു തവണ കൂടി കോൺജുഗേറ്റ് എടുക്കുമ്പോൾ വീണ്ടും a + ib തന്നെയാവും. ഓക്കെ, അപ്പോൾ സെറ്റ് കോൺജുഗേറ്റ് ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് z തന്നെയാണ്. അതുപോലെ അഡീഷൻ പ്രിസർവ് ചെയ്യും. z1 + z2 ഹോൾ കോൺജുഗേറ്റ് = z1 കോൺജുഗേറ്റ് + z2 കോൺജുഗേറ്റ് എന്ന് കിട്ടും. അതുപോലെ z1 - z2 ഹോൾ കോൺജുഗേറ്റ് = z1 കോൺജുഗേറ്റ് - z2 കോൺജുഗേറ്റ് കിട്ടും. പ്രൊഡക്റ്റും പ്രിസർവ് ചെയ്യും. അപ്പോൾ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിഫറൻസ്, ഡിവിഷൻ ഇതെല്ലാം കോൺജുഗേറ്റ് പ്രിസർവ് ചെയ്യുന്നു. അതുപോലെ z1 × z2 ഹോൾ കോൺജുഗേറ്റ് = z1 കോൺജുഗേറ്റ് z2 കോൺജുഗേറ്റ്. z1 / z2 ഹോൾ കോൺജുഗേറ്റ് = z1 കോൺജുഗേറ്റ് / z2 കോൺജുഗേറ്റ്. ഇനി അതിൽ ഏറ്റവും അവസാനത്തെ 2 റിസൾട്ടുകളാണ് ഇമ്പോർട്ടൻറ്റ്. z + z കോൺജുഗേറ്റ് / 2 എന്ന് പറഞ്ഞാൽ റിയൽ z ആയിരിക്കും. അതുപോലെ z - z കോൺജുഗേറ്റ് / 2iയുടെ വാല്യൂ ഇമാജിനറി z ആയിരിക്കും. ഇത് രണ്ടും ഓർത്ത് വയ്ക്കേണ്ട പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് ഇതിനകത്തെ ലാസ്റ്റ് 2 പ്രോപ്പർട്ടീസ്. ഓക്കെ, താങ്ക് യു.